Hi dear students, as we have mentioned earlier, here I am going to give you a brief idea regarding the virtual state. നമ്മൾ quantum mechanical or quantum theory use ചെയ്തിട്ട് we gave an explanation for Raman scattering or Raman effect. So ആ ഒരു കേസിൽ നമ്മൾ പറഞ്ഞത് when there is interaction between the molecule and the radiation, molecule will be going to a higher energy level. So റേഡിയേഷനും അതുപോലെ തന്നെ മോളിക്യൂളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മോളിക്യൂൾ നമുക്ക് റിജിഡ് ആയിട്ടുള്ള സ്ഫിയർ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ആസ് എ ക്ലൗഡ് ഓർ സംതിങ്. നമ്മൾ അത് എങ്ങനെ ഇമാജിൻ ചെയ്ത് നിങ്ങൾ എടുക്കുന്ന എനിക്കറിയില്ല. ഇലക്ട്രോൺ ക്ലൗഡ്സിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ ഒരു പോസിറ്റീവ് റീജിയൻ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. റിജിഡ് ആയിട്ടുള്ള ബോൾ ആയിട്ടോ ഒരു സ്ഫിയർ ആയിട്ടോ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളിലും ഡിഫറൻസ് വരുന്നു. നാനോ അല്ല, മോളിക്കുലർ ലെവൽ അല്ലെങ്കിൽ അറ്റോമിക് ലെവലിലേക്ക് അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ലെവലിലേക്ക് നിങ്ങൾ വരുമ്പോൾ rather than considering them as a solid material, ഇലക്ട്രോൺസിനെയോ പ്രോട്ടോൺസിനെയോ ഒക്കെ സോളിഡ് ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യു ഹാവ് ടു കൺസിഡർ ദം ആസ് വേവ്സ് സംതിങ്. വേവ് നേച്ചർ ഉണ്ടെന്നുള്ള നമ്മുടെ ഡി ബ്രോഗ്ലി കൺസെപ്റ്റും ഇൻകോർപ്പറേറ്റ് ചെയ്തെല്ലാം വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. സോ when you imagine a molecule to be interacting with a radiation, അവിടെ interactions നടക്കുന്നുണ്ട്, molecular levels തമ്മിൽ interactions നടക്കുന്നുണ്ട്. There will be creation of a virtual level. മോളിക്യൂളിന്റെ ലെവലും അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ വേവ് കൂടെ ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് ന്യൂ ലെവൽ വിൽ ബി ഫോംഡ്. അത് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള മോളിക്യൂളിന്റെ ഒരു സ്റ്റേഷനറി ലെവൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ഇലക്ട്രോണിക് ലെവൽ എന്ന് പറയുന്ന അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വിർച്വൽ ലെവൽ. അതൊരു ഇമാജിനറി ലെവലാണ് ആൻഡ് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഏതെങ്കിലും ഒരു സ്പീഷീസ് മാത്രമുള്ളപ്പോൾ അങ്ങനെ ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്നതേ ഇല്ല. ഏതെങ്കിലും ഒരു ലെവൽ മാത്രമാകുമ്പോൾ അങ്ങനെ ഒരു ലെവലില്ല. മോളിക്യൂള് മാത്രമാകുമ്പോൾ അങ്ങനെ ഒരു വിർച്വൽ ലെവലില്ല. ഒരു റേഡിയേഷൻ മാത്രമാകുന്ന ഒരു വിർച്വൽ ലെവലില്ല. ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുമ്പോഴോ ഇന്ററാക്ട് ചെയ്യുമ്പോഴോ മാത്രം അവിടെ ക്രിയേറ്റഡ് ആയി വരുന്ന ഒരു വിർച്വൽ ലെവലാണ് വിർച്വൽ സ്റ്റേറ്റ്. സോ ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ മോളിക്യൂളിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു വിർച്വൽ സ്റ്റേറ്റിലേക്കാണ് നമ്മുടെ മോളിക്യൂളിനകത്തെ ട്രാൻസിഷൻ നടക്കുന്നത് ഡ്യൂറിങ് ദി രാമൻ process or the scattering process complete. From a molecular point of view, scattering can be interpreted as a two-step process in which the incident photon collides with the molecule and excites it to a virtual level. The virtual level can excite it. That is the first step. The two-step process on scattering also. Here, the first step is transferring the molecule to a virtual level. And this virtual level is created by the interaction of the photon and molecule. And the second step is its relaxation back to the original state. തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്കോ തിരിച്ച് മോളിക്യൂളിന്റെ ലെവലിലേക്കോ റിലാക്സ് ചെയ്ത് വരുന്നു. ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ദിസ് ഇസ് two-step process. കൊളിഷന്റെ ഒരു two-step process ആണ്. എക്സൈറ്റേഷൻ നടക്കുന്നു, എമിഷൻ നടക്കുന്നു. എക്സൈറ്റേഷൻ നടക്കുന്നത് ടു എ വിർച്വൽ ലെവൽ. മോളിക്യൂളിന്റെ സ്റ്റേഷനറി ലെവലിലേക്കല്ല, ഒരു വിർച്വൽ ലെവലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ആൻഡ് ദീസ് ടു പ്രോസസ് സ്റ്റെപ്സും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ടൈം ഗ്യാപ്പ് വളരെ ലോ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. സോ ഈ രണ്ട് വിർച്വൽ ലെവലും ഗ്രൗണ്ട് സ്റ്റേറ്റും നമ്മൾ in between them there is no other stationary state existing. So that is what happens in a particular collision process. ഒരു collision event നടക്കുമ്പോൾ നടക്കുന്ന കാര്യം ഇതാണ്. ആദ്യമായിട്ട് ഒരു വിർച്വൽ ലെവൽ ക്രിയേറ്റഡ് ആവുന്നു, ആ വിർച്വൽ ലെവലിലേക്ക് ട്രാൻസ്ഫർ നടക്കുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് വിർച്വൽ ലെവലിൽ നിന്ന് തിരിച്ച് താഴേക്ക് മോളിക്യൂൾ വരുന്നു വിത്ത് എമിഷൻ ഓഫ് എ റേഡിയേഷൻ.
എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയത്തില്ല, ആ റേഡിയേഷനെ നമ്മൾ സ്കാറ്ററിങ് നടക്കുന്നുള്ളൂ പറയുന്നത്. 10⁻13 ഹയർ ഒക്കെയാണ് ഇതിന്റെ ലൈഫ് ടൈം ഒക്കെ വരുന്നത്. ഹയർ മീൻസ് അതിനേക്കാട്ടും 10⁻15 ആകാം, 17 ആകാം, 20 ആകാം അതിന്റെ ലൈഫ് ടൈം വരുന്നത്. So that is regarding the virtual level. So what is a virtual level? It's a very short-lived, unobservable quantum state. It is actually unobservable. You cannot actually observe or determine its energy. റിയൽ കേസസിൽ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. വെരി ഷോർട്ട് ലിവ്ഡ് ആണ്. ആ കൊളിഷൻ നടക്കുന്ന ഇവന്റിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആ വിർച്വൽ ലെവൽ. ഇറ്റ് ഈസ് an intermediate state, sometimes described as imaginary state. Imaginary നമുക്ക് assume ചെയ്യാൻ പറ്റും. In a multi-step process that mediates otherwise forbidden transition. ചില കേസിൽ ഇത് ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും, പക്ഷെ അത് പോസിബിൾ ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ഇമാജിനറി സ്റ്റേറ്റ് കാരണം ആ ഒരു ഇന്ററാക്ഷൻ നടന്നിട്ട് ഒരു ഇമാജിനറി സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടേക്കാണ് ട്രാൻസ്ഫർ നടക്കുന്നത്, പക്ഷെ ആക്ച്വലി അങ്ങനെ സ്റ്റേറ്റ് ഇല്ല. Virtual states are not eigen functions of any operation. So that is an important factor related to virtual state. നമ്മൾ ഒരു ആറ്റത്തിന്റെയോ മോളിക്യൂളിന്റെയോ എനർജി സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ there will be some solutions or eigen functions ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് ഡയഗ്രം eigen functions ആയിരിക്കും. You can express them like that. They are but in the case of virtual state they are not eigen functions of any operator. Normal parameters such as occupation, energy, lifetime need to be quantified. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല occupation എത്രയാണ്, പോപ്പുലേഷൻ വരിക, ലൈഫ് ടൈം എത്ര വരും, എനർജി എത്ര വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. No measurement of a system will show one to be occupied, but they still have lifetimes derived from uncertainty relations. Heisenberg's relation use ചെയ്ത് you can actually derive the lifetime, but occupation നമുക്ക് എത്രയാണ് പോപ്പുലേഷൻ വരുന്നത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എക്സ്പെരിമെന്റിൽ വെരിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. While each virtual state has an associated energy, no direct measurement of its energy is possible, but various approaches have been used to make some measurements. That's not important. So what is important is it's a short-lived state, it's an unobservable quantum state, it is actually imaginary, it is not eigenfunction of any operator, it is actually difficult to determine the occupation, energy, lifetime, etc. of the particular virtual state. It's not need to be quantified. And this is generally used to predict and describe experimental results in many areas including Raman spectroscopy, nonlinear optics, and various types of photochemistry or nuclear processes. So that is regarding the visual state. So നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാണ്ടം തിയറി ഓഫ് റാമൻ ഇഫക്റ്റ്. സോ നമുക്ക് ഇവിടെ ക്വാണ്ടം തിയറി ഓഫ് റാമൻ ഇഫക്റ്റിൽ നമ്മുടെ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലെവൽസ് കാണിച്ചിട്ടുണ്ട്. In the lower state, you can see various vibration energies, 0, 1, 2, 3, 4 vibration energies. And here you have the virtual energy state. Virtual energy state generate ചെയ്യുന്നത് നമ്മുടെ corresponding ആയിട്ടുള്ള മോളിക്യൂളും റേഡിയേഷനും interact ചെയ്ത് കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന imaginary state ആണ്. Only during collision this state will be generated. And here you can see IR spectroscopy നമ്മൾ കാണുന്ന ഒരു ട്രാൻസിഷൻ. IR spectroscopy ആകെ within the vibration levels on transition നടക്കുന്നത് 0 to 1, 0 to 2, 0 to 3 അങ്ങനത്തെ transitions ആണ് നടക്കുന്നത് within vibration levels. But in the case of Raman spectra, during collision you can actually see a transition from 0th vibration level to the next virtual energy state. The virtual energy state like transition നടക്കുന്നു. You have the excitation energy. This excitation will be taking the molecule to a virtual energy state, and simultaneously it will be coming back to the zeroth vibration level if it is Rayleigh scattering. Rayleigh scattering ആണെങ്കിൽ simultaneous ആയിട്ട് ആ virtual level നിന്ന് തിരിച്ച് ആ molecule താഴെ ground സ്റ്റേറ്റിലേക്ക് വരുന്നു. So annihilation and production of the corresponding radiations, annihilation of the excitation radiation and production of the scattered radiation will be occurring simultaneously. So Rayleigh lines ആണ് ഏറ്റവും intense ആയിട്ടുണ്ടാവുക, കാരണം കൂടുതലും ഇങ്ങനത്തെ ഒരു പ്രോസസ് virtual സ്റ്റേറ്റിന്
തിരിച്ച് സെയിം ലെവലിലേക്ക് തന്നെയുള്ള ട്രാൻസിഷനാണ് മിക്ക കേസിലും പോസിബിൾ ആയിട്ട് വരുന്നത്. റെയിലേ സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ മാക്സിമം കേസിലും പ്രോബബിൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഹൈ ഇൻറ്റൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. And then you have Stokes Raman scattering. In Stokes, the molecule in the zeroth vibration level will be transferred to the virtual state and it will be coming back to a higher vibration level. Virtual state in a higher vibration level like this. ഇവിടെ അനിഹിലേഷനും പ്രൊഡക്ഷനും റേഡിയേഷൻ്റെ അനിഹിലേഷനും പ്രൊഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. പക്ഷേ scattered radiation energy will be lower when compared to the excitation radiation. And in the case of anti-Stokes Raman scattering, you can see the molecule getting excited or molecule moving from the higher vibration energy state V is equal to 1 to virtual energy state. Virtual level like transition നടക്കുന്നു. അവിടുന്ന് തിരിച്ച് ground energy level like വരുന്നു. Ground vibration level like. So the released or the produced radiation will be having energy greater than the excitation energy. So ഇവിടെ എല്ലാം important ആയിട്ട് വരുന്നത് the transition is occurring from one electronic level to a virtual energy state. Virtual energy state is actually an imaginary state. It will be formed in the presence of radiation during the collision of radiation with some particular molecule. Molecule radiation collide ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന particular state ആണ്. ഇവിടെ എല്ലാം annihilation of the photon as well as production of the photon will be occurring or scattering of the photon will be occurring simultaneously. So I hope it is clear to you regarding the virtual state. നമ്മൾ ഇവിടെയും പറഞ്ഞതാണ് virtual state നെ കുറിച്ച്. Virtual state ലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ Raman scattering method. So I hope it is clear to you. So you should in some cases this virtual energy state will be coinciding with the molecular energy levels also. അത് നമ്മൾ ഇനി ഡിസ്ക്രൈബ് ചെയ്യും. വിർച്വൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി സ്റ്റേറ്റ് ആണ്. പക്ഷെ ചില കേസിൽ വിർച്വൽ സ്റ്റേറ്റും മോളിക്കുലർ എനർജി ലെവലും കോയിൻസൈഡ് ചെയ്ത് വരും. അതിന് നമ്മൾ സ്പെഷ്യൽ കൈൻഡ് ഓഫ് Raman സ്പെക്ട്ര ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. In the coming videos we will be discussing about that also. That's all. Thank you.